നമസ്കാരം. 15ാം കേരള നിയമസഭയുടെ 10ാം സമ്മേളന വിശേഷങ്ങളിലേക്ക് സ്വാഗതം. പത്താം സമ്മേളനത്തിൻ്റെ 4ാം ദിവസമായ ഇന്ന് വിശദമായ ചർച്ചകളാണ് സഭയിൽ നടന്നത്. ചോദ്യോത്തരവേളയിൽ ചോദ്യങ്ങളുടെ പട്ടികയിലെ 4 ചോദ്യങ്ങൾക്കാണ് ഇന്ന് മന്ത്രിമാർ സഭയിൽ വാക്കാൽ മറുപടി നൽകിയത്. ശബരിമല ഇടത്താവള സമുച്ചയം പദ്ധതി, ശബരിമല വികസന പദ്ധതികൾ എന്നിവ സംബന്ധിച്ച ചോദ്യങ്ങൾക്ക് മന്ത്രി കെ രാധാകൃഷ്ണനും, വെള്ളക്കരം വർധനവ് സംബന്ധിച്ച ചോദ്യത്തിന് മന്ത്രി റോഷി അഗസ്റ്റിനും, കൃത്രിമ പാലുകൾ നിക്ഷേപിക്കുന്ന പദ്ധതിയുമായി ബന്ധപ്പെട്ട ചോദ്യത്തിന് മന്ത്രി സജി ചെറിയാനും മറുപടി പറഞ്ഞു. ശബരിമല തീർത്ഥാടകർക്ക് മെച്ചപ്പെട്ട സൗകര്യമൊരുക്കുന്നതിൻ്റെ ഭാഗമായി കഴക്കൂട്ടം, ചെങ്ങന്നൂർ ഉൾപ്പെടെ 6 സ്ഥലങ്ങളിൽ ഇടത്താവള നിർമ്മാണം പുരോഗമിക്കുന്നതായി മന്ത്രി കെ രാധാകൃഷ്ണൻ ചോദ്യോത്തരവേളയിൽ അറിയിച്ചു. ശബരിമല തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട വ്യാജ പ്രചരണം നടത്തിയവർക്കെതിരെ സൈബർ സെൽ കേസെടുത്തപ്പോൾ വ്യാജ വാർത്തകൾ ഇല്ലാതായതായും മന്ത്രി പറഞ്ഞു. പക്ഷേ അതുപയോഗിച്ചുകൊണ്ട് ഈ ശബരിമലയെ തകർക്കാൻ വേണ്ടിയുള്ളൊരു പ്രവർത്തനം നടന്നിട്ടുണ്ടോ എന്ന് സംശയിക്കത്തക്ക രീതിയിലാണ് അതിൻ്റെ വ്യാജ പ്രചരണങ്ങൾ നടന്നത്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമാണ് ശബരിമല സന്നിധാനത്ത് വെച്ച് ഭക്തരെ തല്ലിച്ചതയ്ക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു വലിയ വീഡിയോ പ്രചരിപ്പിച്ചത്. അത് രാജ്യവ്യാപകമായിട്ട് അത് പ്രചരിപ്പിക്കുന്നൊരു സ്ഥിതിയുണ്ടായി. യഥാർത്ഥത്തിൽ ആ ഭക്തൻ എന്ന് പറയുന്ന ആളെ തല്ലുന്നത് ആന്ധ്രയിലോ തെലങ്കാനയിലോ മറ്റോ വെച്ചാണ്. നമ്മുടെ ശവരണം വിളിയുമായി കൂട്ടിയോജിപ്പിച്ചുകൊണ്ടാണ് ആ ഫേക്ക് ന്യൂസ് പുറത്തുവിട്ടത്. അത് ഭക്തർക്ക് വലിയ രീതിയിലുള്ള ആശങ്കയുണ്ടാക്കി. അതുപോലെ ഒരു കുഞ്ഞിൻ്റെ മരണം, അതുമൊക്കെ തന്നെ ആശങ്കയുണ്ടാക്കുന്ന രീതിയിലുള്ള വലിയ പ്രചാരവേലകളാണ് സംഘടിപ്പിച്ചത്. അത്തരം ശക്തികൾക്കെതിരായിട്ടുള്ള നടപടികൾ സ്വീകരിച്ചപ്പോൾ, പ്രത്യേകിച്ചും നമ്മുടെ സൈബർ സെല്ലിൻ്റെ ആഭിമുഖ്യത്തിൽ നല്ല പരിശോധനയും കേസെടുക്കലൊക്കെ ആയിക്കഴിഞ്ഞപ്പോൾ അതിന് ശമനമുണ്ടാക്കാൻ വേണ്ടി കഴിഞ്ഞു എന്നുള്ള അനുഭവമുണ്ട്. സംസ്ഥാനത്ത് വെള്ളക്കരം കൂട്ടിയത് കാലാനുസൃതമായിട്ടാണെന്നും ഇതിനു മുൻപ് 9 വർഷം മുമ്പാണ് വെള്ളക്കരം വർദ്ധിപ്പിച്ചതെന്നും മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു. ഇതിനു മുൻപ് 9 വർഷങ്ങൾക്ക് മുമ്പാണ് വാട്ടർ ചാർജ് വർധനവുണ്ടായത്. അത് 2014 അതിനു മുമ്പ് 2009. ഇതിനോടകമായി തന്നെ സംസ്ഥാനത്ത് ഇത്തരത്തിലുള്ള വിവിധ മേഖലകളിൽ ഉണ്ടായിട്ടുള്ള വർധനവുകൾ നമ്മൾ കണക്കാക്കുന്നുണ്ട്. മെയിൻ്റനൻസ് കൃത്യമായി നടന്നില്ലെങ്കിൽ വാട്ടർ കണക്ഷൻ കൊടുത്തിട്ട് കാര്യമില്ല. അതോടൊപ്പം തന്നെ പെൻഷൻ കാശ് കൊടുക്കാതിരിക്കാൻ പറ്റത്തില്ല. ജോലി ചെയ്യുന്നവരുടെ വേതനം കൊടുക്കാതിരിക്കാൻ പറ്റത്തില്ല. കാലാനുസൃതമായ മാറ്റം നമ്മൾ ഉൾക്കൊള്ളേണ്ടത് തന്നെയാണ്. കടലിൽ കൃത്രിമ പാലുകൾ നിക്ഷേപിച്ചത് വഴി മത്സ്യസമ്പത്ത് വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്ന് മന്ത്രി സജി ചെറിയാൻ നിയമസഭയെ അറിയിച്ചു. CMFRI ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾ നടത്തിയ ശാസ്ത്രീയ പഠനങ്ങളെല്ലാം തന്നെ കൃത്രിമ പാലുകൾ മത്സ്യങ്ങളെ തീരസമുദ്രത്തിലേക്ക് ആകർഷിക്കുന്നതിനും അവയുടെ സ്വാഭാവിക പ്രജനനത്തിനും മത്സ്യസമ്പത്തിൻ്റെ സുസ്ഥിരമായ പരിപാലനത്തിനും വളരെയേറെ പ്രയോജനപ്പെടുമെന്ന് കണ്ടെത്തിയിട്ടുണ്ട് സാർ. റബ്ബറിന്റെ വിലത്തകർച്ച സംബന്ധിച്ച അടിയന്തര പ്രമേയത്തിന് കൃഷിമന്ത്രി മറുപടി നൽകിയതിനെ തുടർന്ന് സ്പീക്കർ അവതരണാനുമതി നിഷേധിച്ചു. റബ്ബറിന്റെ ഉൽപ്പാദന ചെലവ് വർധനവും വിലത്തകർച്ചയും മൂലം കർഷകർ നേരിടുന്ന പ്രതിസന്ധി മൂലവും റബ്ബറിന്റെ താങ്ങുവില 300 രൂപയായി ഉയർത്താത്തത് മൂലവും കർഷക സമൂഹത്തിൽ ആശങ്ക ഉളവായിട്ടുള്ളതായി പറയപ്പെടുന്ന സാഹചര്യം ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷാംഗങ്ങളായ ശ്രീ മോൻസ് ജോസഫ് അടക്കം 6 പേരാണ് അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി തേടിക്കൊണ്ട് നോട്ടീസ് നൽകിയത്. ഓർഡർ അടിയന്തര പ്രമേയം. ഉൽപ്പാദന ചെലവിന്റെ വർധനവും വിലത്തകർച്ചയും മൂലം കേരളത്തിലെ റബ്ബർ കർഷകർ പ്രതിസന്ധി നേരിടുന്നതായി റബ്ബറിന്റെ താങ്ങുവില 300 രൂപയായി ഉയർത്താത്തത് മൂലം കർഷക സമൂഹത്തിൽ ആശങ്ക ഉളവായിട്ടുള്ളതായി പറയപ്പെടുന്ന സാഹചര്യം ചർച്ച ചെയ്യുന്നതിനായി സഭാ നടപടികൾ നിർത്തിവെക്കണം എന്ന പ്രമേയം പരിഗണനയ്ക്ക് എടുക്കണമെന്നാവശ്യപ്പെട്ട് സർവശ്രീ മോൻസ് ജോസഫ്, സജീവ് ജോസഫ്, PK ബഷീർ, അനൂപ് ജേക്കബ്, മാണി സി കാപ്പൻ, ശ്രീമതി KK രമ എന്നീ ബഹുമാനപ്പെട്ട അംഗങ്ങൾ റൂൾ 50 പ്രകാരം നോട്ടീസ് നൽകിയിട്ടുണ്ട്. താങ്ങുവില 300 രൂപയായി ഉയർത്തണമെന്ന് ശ്രീ മോൻസ് ജോസഫ് ആവശ്യപ്പെട്ടു. റബ്ബർ കർഷകർക്ക് ന്യായവില ഉറപ്പുവരുത്താൻ റബ്ബറിന്റെ താങ്ങുവില 300 രൂപയായി വർദ്ധിപ്പിക്കണം എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ സംസ്ഥാന ഗവൺമെന്റ് നടപ്പാക്കണമെന്ന ആവശ്യം ഈ അടിയന്തര പ്രമേയത്തിലൂടെ ഉന്നയിക്കുന്നു. റബ്ബറിന്റെ താങ്ങുവില 280 രൂപയായി ഉയർത്തണമെന്ന് കേന്ദ്രത്തോട് പലതവണ ആവശ്യപ്പെട്ടിരുന്നെങ്കിലും കേന്ദ്രം അനുകൂല നിലപാട് എടുത്തിട്ടില്ലെന്ന് മറുപടി പറഞ്ഞ കൃഷിമന്ത്രി P. പ്രസാദ് അറിയിച്ചു. വിലസ്ഥിരതാ ഫണ്ട് കൊണ്ടുവന്ന് റബ്ബർ കർഷകരെ രക്ഷിക്കാനുള്ള നടപടികൾ കൈക്കൊള്ളുന്നതായും മന്ത്രി പറഞ്ഞു. കേന്ദ്ര സർക്കാരിന്റെ ഈ അവഗണനയെല്ലാം തുടരുമ്പോഴും
കേരളം നടപ്പിലാക്കിയ ഈ RPIS സ്കീമാണ് റബ്ബർ കർഷകരെ ഈ മേഖലയിൽ തുടരുവാൻ പ്രേരിപ്പിക്കുന്നത്. ആ കർഷകരെ സഹായിക്കാൻ ഉപകരിക്കുന്ന തരത്തിലുള്ള നടപടികൾ കേരളത്തിലെ ഗവൺമെൻറ് സ്വീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് RPIS സ്കീം നടപ്പിലായിക്കൊണ്ടിരിക്കുന്നുണ്ട്. 170 രൂപ എന്നുള്ളത് മതിയായ ഒരു തുകയാണ് എന്ന് കൃഷി വകുപ്പും ഗവൺമെൻറ്റും കരുതുന്നില്ല. എന്നാൽ നമുക്ക് അത് വർദ്ധിപ്പിക്കുന്നതിന് കേന്ദ്രത്തിൻ്റെ സഹായം കൂടിയേ തീരൂ എന്നുള്ള ഒരു യഥാർത്ഥമായ വസ്തുതയും നമ്മുടെ മുമ്പിലുണ്ട്. പ്രയാസങ്ങൾക്കിടയിൽ നിന്നും സാധ്യമാവുന്ന സഹായങ്ങൾ വീണ്ടും സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും റബ്ബർ കർഷകർക്ക് നൽകുക എന്നുള്ളത് തന്നെയാണ് സംസ്ഥാന സർക്കാർ സ്വീകരിച്ചിരിക്കുന്ന നയം. അത് തുടർന്നും ഉണ്ടാവും എന്നുകൂടി അറിയിക്കുന്നു. ഇക്കാര്യം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യേണ്ട സാഹചര്യമില്ലെന്നും അദ്ദേഹം അറിയിച്ചു. മന്ത്രിയുടെ മറുപടിയെ തുടർന്ന് സ്പീക്കർ AN ഷംസീർ അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചു. ഇതിനു പിന്നാലെ പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. അതുകൊണ്ട് ഈ സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല എന്നൊരിക്കൽ കൂടി സഭയെ അറിയിക്കുന്നു. ബഹുമാനപ്പെട്ട കൃഷി വകുപ്പ് മന്ത്രിയുടെ വിശദീകരണത്തിന്റെ അടിസ്ഥാനത്തിൽ അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിക്കുന്നു. ഇന്നത്തെ ശ്രദ്ധ ക്ഷണിക്കലുകൾക്ക് ബന്ധപ്പെട്ട മന്ത്രിമാർ മറുപടി നൽകി. സംസ്ഥാനത്തെ നഗരസഭകളിലെ സാനിറ്റേഷൻ വർക്കർ കണ്ടിൻജന്റ് വിഭാഗം ജീവനക്കാരുടെ സേവന വേതന വ്യവസ്ഥകൾ സംബന്ധിച്ച് ശ്രീ PP ചിത്തരഞ്ജൻ അവതരിപ്പിച്ച ശ്രദ്ധ ക്ഷണിക്കലിന് മന്ത്രി MB രാജേഷും കാസർഗോഡ് സർക്കാർ മെഡിക്കൽ കോളേജിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ശ്രീ NA നെല്ലിക്കുന്ന് നടത്തിയ ശ്രദ്ധ ക്ഷണിക്കലിന് മന്ത്രി വീണ ജോർജും മറുപടി നൽകി. ഈ നാടിനെയും നഗരത്തെയും എല്ലാം വൃത്തിയായി സൂക്ഷിക്കുന്ന അവരുടെ പ്രശ്നങ്ങൾ അത് ഗൗരവമായി പരിശോധിച്ചുകൊണ്ട് പരിഹാരമുണ്ടാക്കാനും കഴിയണം. ഈ തസ്തികയുടെ പേര് തന്നെ ഹെൽത്ത് വർക്കർമാർ എന്നുള്ള നിലയിൽ മാറ്റി തീരുമാനിക്കേണ്ടതാണ്. കണ്ടിജന്റ് വിഭാഗം ജീവനക്കാർക്ക് മാത്രമായി സ്പെഷ്യൽ റൂൾസ് തയ്യാറാക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കാൻ തീരുമാനിക്കുകയും ഇതിനുള്ള പ്രപ്പോസൽ സമർപ്പിക്കുവാൻ പ്രിൻസിപ്പൽ ഡയറക്ടറോട് ആവശ്യപ്പെടുകയും ചെയ്തു. കാസർകോട്ടെ ദുരന്തമനുഭവിക്കുന്ന അനേകായിരങ്ങൾക്ക് വേണ്ടിയാണ് ഈ സഭയിൽ ഞാൻ വീണ്ടും കാസർഗോഡ് മെഡിക്കൽ കോളേജ് യാഥാർത്ഥ്യമാക്കണമെന്ന് ആവശ്യപ്പെടുന്നത്. സർ, തീർച്ചയായിട്ടും അവിടെ ഈ 2 വർഷത്തിനുള്ളിൽ മെഡിക്കൽ കോളേജ് ഫംഗ്ഷൻ ചെയ്ത് പ്രവർത്തനം ആരംഭിക്കണം എന്നുള്ളത് തന്നെയാണ് സർക്കാർ കാണുന്നത്. അതിന് പ്രതിജ്ഞാബദ്ധമാണ് സർക്കാർ. 10 സബ്മിഷനുകൾക്കാണ് ഇന്ന് സഭയിൽ മറുപടി നൽകിയത്. നാറാത്ത് പാപ്പൻശ്ശേരി ഗ്രാമപഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന കല്ലൂരിക്കടവ് പാലം, നമുക്ക് ആ പാലത്തിന്റെ ടെൻഡറിംഗ് പ്രോസസ്സിലേക്കുള്ള നടപടി വേഗതയിലാക്കാൻ കഴിയുമോ എന്നാണ് ചോദിക്കുന്നത്. അലൈൻമെന്റ് തയ്യാറാക്കി വിശദ റിപ്പോർട്ട് തയ്യാറാക്കുന്ന പ്രവൃത്തി ഡിസൈൻ വിഭാഗത്തിൽ പുരോഗമിച്ചു വരുന്നു. അത് വേഗത്തിലാക്കാം. പാലക്കാട് കോഴിക്കോട് ഗ്രീൻഫീൽഡ് ഹൈവേയുമായി ബന്ധപ്പെട്ട ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ പുരോഗമിച്ചു വരികയാണ് സർ. ഇതിനുള്ള വില നിശ്ചയിച്ചപ്പോൾ ചില മേഖലകളിൽ മാർക്കറ്റ് വിലയേക്കാൾ വളരെ താഴെയാണ് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത്. ഇന്ത്യയിൽ പൊതുവായി നടപ്പിലാക്കപ്പെട്ടിട്ടുള്ള LAR 2013 അനുസരിച്ചിട്ടുള്ള കാര്യങ്ങളാണ് തുക നിശ്ചയിക്കുന്നതിൽ നമ്മൾ കാണുന്നത്. കടൽ ഭിത്തി നിർമ്മാണത്തിനോടൊപ്പം തന്നെ സെക്കൻഡ് പ്രയോറിറ്റി നിശ്ചയിച്ചിരുന്നതാണ് കൊല്ലങ്കോട് പൊടിയൂർ പ്രദേശത്ത് തീരസംരക്ഷണവുമായി ബന്ധപ്പെട്ട് ടെട്രോകോഡ് നിർമ്മാണ ശൈലിയാണ് അവലംബിച്ചിട്ടുള്ളത്. അവിടുത്തെ പ്രത്യേക സാഹചര്യം മനസ്സിലാക്കിക്കൊണ്ട് ഇക്കാര്യത്തിൽ ബഹുമാനപ്പെട്ട വകുപ്പിൻ്റെയും മന്ത്രിയുടെയും പ്രത്യേകമായ ഇടപെടൽ ഇക്കാര്യത്തിൽ ഉണ്ടാകണമെന്ന് കടൽക്ഷോഭത്തെ ശാസ്ത്രീയമായി നിയന്ത്രിച്ച് ആയതുമായി ബന്ധപ്പെട്ട ബുദ്ധിമുട്ടുകൾ ദീർഘകാല പരിഹാരത്തിന് രൂപം നൽകുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. സംസ്ഥാനത്തിന്റെ കായിക നയം സംബന്ധിച്ച് മന്ത്രി V അബ്ദുറഹ്മാൻ സഭയിൽ ചട്ടം 300 അനുസരിച്ചുള്ള പ്രസ്താവന നടത്തി. ബഹുമാനപ്പെട്ട ന്യൂനപക്ഷ ക്ഷേമം, കായികം, വക്കും, ഹജ്ജ് തീർത്ഥാടന മന്ത്രിക്ക് സംസ്ഥാനത്തെ കായിക നയം സംബന്ധിച്ച ഒരു പ്രസ്താവന നടത്താവുന്നതാണ്. രാജ്യത്ത് ആദ്യമായി സമ്പൂർണ്ണ കായിക നയം രൂപീകരിച്ച സംസ്ഥാനമായി കേരളം മാറി. കായിക മികവിലേക്ക് കേരളത്തെ എത്തിക്കുന്നതിനോടൊപ്പം കായിക സമൂഹത്തിന് മാത്രമല്ല പൊതുസമൂഹത്തിനൊന്നാകെ കായിക മേഖലയിലുള്ള സമീപനത്തിൽ സമഗ്രമായ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ഉതകുന്ന തരത്തിൽ കൂടിയാണ് കായിക നയം തയ്യാറാക്കിയത്. ഗവർണറുടെ പ്രസംഗത്തിന് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ശ്രീ E ചന്ദ്രശേഖരൻ അവതരിപ്പിച്ച പ്രമേയത്തിന്മേലുള്ള ചർച്ച ഇന്ന് അവസാനിച്ചു. 12 അംഗങ്ങളാണ് നന്ദി പ്രമേയ ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിച്ചത്. കുക്കുട ഭോഗം പോലെ പ്രസംഗിച്ച ഗവർണറുടെ ഒരു നന്ദി പ്രമേയത്തെ സർ ഞാൻ എതിർക്കുകയാണ്. സർ, ഈ നന്ദി പ്രമേയത്തെ ഞാൻ പിന്താങ്ങുകയാണ്. സർ, കേരളത്തിന്റെ സമഗ്ര വികസനം ലക്ഷ്യമാക്കിയ നയപ്രഖ്യാപനത്തെ ഈ പ്രതിപക്ഷം എന്തിനാണ് എതിർക്കുന്നതെന്ന് അവർക്ക് പോലും അറിയില്ല. സർ, നന്ദി പ്രമേയത്തെ ഞാൻ പിന്തുണയ്ക്കുന്നു. സർ, എന്തോ സംഭവിക്കുമെന്നുള്ള മട്ടിലുള്ള കൊസ്തപ്പിൻ്റെ പ്രകടനമാണ് സർ നമ്മുടെ സംസ്ഥാനത്ത് ഗവർണർ ഇപ്പോൾ കാട്ടിക്കൊണ്ടിരിക്കുന്നത്. നയപ്രഖ്യാപനം പൂർണ്ണമായി വായിക്കാതെ 5 മിനിറ്റ് മാത്രം സഭയിൽ ചെലവഴിച്ച് സഭയിലുള്ള മെമ്പർമാരോട് പോലും മുഖം നൽകാതെ കടന്നുപോയിക്കൊണ്ട് ഈ സഭയെ അവഹേളിച്ച അതിനോട് വളരെ ശക്തമായി പ്രതിഷേധിക്കുകയും കൂടി ചെയ്യുകയാണ്.
ചർച്ചയിൽ ഉയർന്നു വന്ന വിഷയങ്ങൾ സംബന്ധിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ മറുപടി നൽകി. നമ്മുടെ നാടിൻ്റെ, കേരളത്തിൻ്റെ താല്പര്യങ്ങളെ കേന്ദ്രവും കേരളത്തിലെ പ്രതിപക്ഷവും ഒരേപോലെ കൈവിട്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഇത്രമേൽ കഠിനവും ക്രൂരമായ നിലയിലല്ലെങ്കിലും കേരളത്തിൻ്റെ താല്പര്യങ്ങളെ കൈയൊഴിഞ്ഞ ഘട്ടങ്ങൾ, കേന്ദ്രം കൈയൊഴിഞ്ഞ ഘട്ടങ്ങൾ നേരത്തെയും ഉണ്ടായിട്ടുണ്ട്. കേന്ദ്ര സർക്കാരിൻ്റെ ഇപ്പോഴത്തെ സമീപനം ഒരു തരത്തിലുള്ള സാമ്പത്തിക ഉപരോധത്തിൻ്റെ രൂപത്തിലുള്ളതാണെന്ന് മുഖ്യമന്ത്രി സഭയിൽ പറഞ്ഞു. ഇപ്പോഴത്തെ കേന്ദ്ര സമീപനം ഒരു തരത്തിലുള്ള സാമ്പത്തിക ഉപരോധത്തിൻ്റെ രൂപത്തിലാണ്. അത് കേരളത്തെ അങ്ങ് ഞെരുക്കുകയാണ്. നന്ദി പ്രമേയം സഭ വോട്ടിനിട്ട് പാസാക്കി. ഈ ചന്ദ്രശേഖരൻ അവതരിപ്പിച്ച ഗവർണറുടെ പ്രസംഗത്തിലുള്ള നന്ദി പ്രമേയം അംഗീകരിക്കാമോ എന്ന പ്രശ്നത്തെ അനുകൂലിക്കുന്നവർ യെസ്, പ്രതികൂലിക്കുന്നവർ നോ, നിഷ്പക്ഷത പാലിക്കുന്നവർ അബ്സ്റ്റെയിൻ എന്നീ ക്രമത്തിൽ വോട്ട് ചെയ്യേണ്ടതാണ്. ഈ ചന്ദ്രശേഖരൻ അവതരിപ്പിച്ച ഗവർണറുടെ പ്രസംഗത്തിൻ്റെ മുകളിൽ നന്ദി പ്രമേയം അംഗീകരിക്കുമെന്ന പ്രമേയത്തെ അനുകൂലിക്കുന്നവർ 77, പ്രതികൂലിക്കുന്നവർ 35, നിഷ്പക്ഷത പാലിക്കുന്നവർ 0. നന്ദി പ്രമേയം സഭ അംഗീകരിച്ചിരിക്കുന്നു. നടപടികൾ പൂർത്തിയാക്കി വൈകിട്ട് 4:45 സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. സഭ ഇപ്പോൾ പിരിയുന്നതും നാളെ രാവിലെ 9 മണിക്ക് വീണ്ടും ചേരുന്നതാണ്. ഇന്നത്തെ നിയമസഭാ വിശേഷങ്ങൾ ഇവിടെ സമാപിക്കുന്നു. നമസ്കാരം.